ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ലാസ്റ്റത്തെ ഇഫ്താറും നാളത്തെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ പോയിട്ട് ബീഫും മട്ടനെല്ലാം വാങ്ങിയിട്ട് വന്ന്, പിന്നെ നാളെ പെരുന്നാൾ, മിക്കവാറും നാളെ പെരുന്നാളാവും എന്നുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ച്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മട്ടനും ബീഫൊക്കെ വാങ്ങിയിട്ട് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ബീഫ് കറിയും മട്ടൻ ബിരിയാണിയും പിന്നെ ബീഫോട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ വീട്ടിലിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നും എല്ലാം മാറ്റിയിട്ട് ഓരോരോ പാക്കിങ്ങിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച്. അപ്പോൾ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലും ബീഫും മിക്സ് ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ച്, പിന്നെ സമൂസക്ക് വേണ്ടിയിട്ട് എല്ലില്ലാത്ത പീസ് അതും മാറ്റി വെച്ച്. ഇനിയിപ്പോൾ മട്ടന് നമുക്ക് പിന്നെ കുറച്ച് അവര് ഒന്ന് ഭയങ്കര തിരക്കും, കുറേ ആൾ വരുന്നല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും വാങ്ങിക്കുമല്ലോ മട്ടനും ബീഫെല്ലാം. അപ്പോൾ അവരിങ്ങനെ കുറച്ച് തലയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നോക്കി ഞാൻ ബിരിയാണിക്കില്ല അതും മാറ്റിയിട്ട് വെച്ച്, ബാക്കിയുള്ളതെല്ലാം എടുത്തു വെച്ച് ഫ്രിഡ്ജിൽ. പിന്നെ ദിവസം കറിയും അങ്ങനെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ മീറ്റെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ നേരെ പോയത് പച്ചക്കറി വാങ്ങിക്കാനാണ്. മീറ്റ് വാങ്ങിക്കാൻ ഞാൻ രാവിലെ പോയത് ഒരു 7 മണി സമയത്തെല്ലാം. അതിന് ശേഷം ഒരു 10-11 മണിയായിട്ടാകുമ്പോൾ കേട്ടോ ഞാൻ വെജിറ്റബിൾസ് മാർക്കറ്റിൽ പോയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ബിരിയാണി ഐറ്റംസും അങ്ങനെയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയും പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം പിന്നെ മാർക്കറ്റിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് അതും അവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോയി. ഇനിയിപ്പം പണികൾ തുടങ്ങാം. ഇഫ്താറിലേക്ക് വേണ്ടിയിട്ടുള്ളതും നാളെ ഇതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോന്നും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പുഡിങ് ഉണ്ടാക്കലാന്ന്. അപ്പോൾ ഓറഞ്ച് പുഡിങ് കട്ട ഉണ്ടാക്കുന്നില്ലത്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ് കട്ട ഇത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. അപ്പോൾ പുഡിങ്ങിനായിട്ട് ഞാൻ 4 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. 4 ഓറഞ്ച് കട്ട് ചെയ്തിട്ട് നമുക്കിത് ജ്യൂസറിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അല്ലെങ്കിൽ മറ്റേ സ്ക്യൂസറില്ലേ ഓറഞ്ചിൻ്റെ നീരെടുക്കുന്ന, അതുണ്ടെങ്കിൽ അതിൽ നീരെടുത്താലും മതി. പക്ഷേ പിന്നെ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് നമുക്ക് ജ്യൂസ് എടുത്ത സമയത്താണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ 4 ഓറഞ്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുരു കളയണം. കുരു ഇടാതെ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുരു ആയിപ്പോയാൽ കഴിക്കും. അപ്പോൾ കുരു പ്രത്യേകം നോക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഒരു സ്ട്രെയിനറിൽ അരിച്ചിട്ട് നമുക്ക് ആ ജ്യൂസ് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീമ വെച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് തിളക്കാനാകുന്ന സമയത്ത് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആ സമയത്തേക്ക് തന്നെ നമ്മുടെ ഓറഞ്ച് നല്ല തിക്കായിട്ട് വരും. പിന്നെ നല്ല മധുരമെല്ലാം ഇട്ടിച്ച് കുറുക്കിയെടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലിലിട്ടോ ഇത് ചെയ്തെടുക്കുന്നതിൻ്റെ പാലൊഴിച്ച് കൊടുക്കാം. പാലിലേക്ക് സെയിം പ്രോസസ്സ് തന്നെ. പാലൊന്ന് തിളക്കാനാകുന്ന സമയത്ത് കോൺഫ്ലവർ പൗഡർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെയും കുറുക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ മിൽക്ക് മെയ്ഡും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പാല് തിളക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട്
പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റിന് ഒന്ന് തിളക്കുമ്പോൾ ഇത് നല്ലോണം കുറുകി വരും. എന്നിട്ട് ഇതാ ഈ പിന്നെ ഉണ്ടാക്കി വെച്ച 2 പുഡിങ്ങിൻ്റെ 2 ലെയറും തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഉണ്ടാക്കി വെച്ച 2 നല്ലോണം ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിലാട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസേർട്ട് പോലെ കേട്ടോ ഇത് ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ, ഉണ്ടാക്കാൻ ഈസി തന്നെ. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുണ്ടാകുന്ന സ്ഥിരം ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതാ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പാത്രത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പുഡിങ് വിളമ്പാൻ എടുക്കുന്ന പാത്രമില്ല, അതിലും ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യത്തെ ലെയർ ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പം തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലെല്ലാം കാണുമ്പോൾ നല്ല രസമല്ല, കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതാ ഇതുപോലത്തെ പാത്രത്തിലേക്ക് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് ഐറ്റംസ് വെച്ചിട്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ പിസ്ത ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പിസ്ത ഒന്ന് പൊടിച്ചെടുക്കാം.
അപ്പോൾ ഇത് ആദ്യത്തെ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല വൈറ്റും മുകളിൽ ഓറഞ്ച് കളറെല്ലാം ആയിട്ട് കാണുമ്പം തന്നെ നല്ല രസമാണ്. കഴിക്കാനും അത്ര തന്നെ രസമുണ്ട്. മുകളിലത്തെ ഭാഗം ഇച്ചിരി പുളിയില്ല ഒരു ടൈപ്പും, താഴത്തെ ഭാഗം പുളിയും മധുരവും മിക്സായ ഒരു ഇതും, താഴത്തെ ഭാഗം പിന്നെ നല്ല മധുരമില്ല ഒരു പിന്നെ നമ്മുടെ മുഹല്ലബിയെല്ലാം ഉണ്ടാകുന്നില്ല ആ ഒരു ടൈപ്പാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമുണ്ട്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുഡിങ്. ഇത് ഞാൻ പെരുന്നാളിൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിൽ വരുന്നാക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കുറച്ചധികം ഉണ്ടാക്കുന്നത്. ഇതുപോലെ കാണാനില്ല പാത്രത്തിലെല്ലാം ആക്കിയിട്ട് വെച്ചാൽ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ കൊടുക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ പുഡിങ്ങെല്ലാം സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഡൊണറ്റാണ്. നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാ ഞാനതിൽ കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റും നല്ല സോഫ്റ്റായിട്ടുള്ള റെസിപ്പിയിലാണ് ഞാൻ പിന്നെ ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പാല് വേണം. അപ്പോൾ ചൂട് പാലിലേക്ക് ഞാനിവിടെ 300 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 10 ഗ്രാം നമ്മുടെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം. 2 സ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ 4 മുട്ടയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം കുഴക്കുക. കുറച്ച് പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഈ മാവ് കുഴക്കുമ്പോൾ നല്ലോണം സോഫ്റ്റിൽ കുറേ സമയം കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തെല്ലാം വെച്ചിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നല്ല സോഫ്റ്റ് ഡോ കിട്ടുന്നത്. നല്ല പൊങ്ങിയിട്ട് ഉള്ളെല്ലാം നല്ല സോഫ്റ്റായിട്ടുള്ള ഡോണറ്റായിരിക്കും ഇതുപോലെ ചെയ്താൽ കിട്ടുന്നത്. നമ്മൾ പിന്നെ കുഴക്കുന്ന സമയത്ത് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റാക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ചധികം സമയം തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ബട്ടറും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇതുപോലത്തെ ഡോ ആക്കിയിട്ടെടുത്ത് ഞാൻ ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് പിന്നെ ഒരു 3-4 മണിക്കൂറൊന്ന് വെച്ചാൽ നല്ലോണം പൊങ്ങി വരും, ഡബിളായിട്ട് വരും. അപ്പോൾ അതാട്ടോ അതിൻ്റെ കണക്ക്. ഇത് ഡബിളായാൽ എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം നാളെ പെരുന്നാളായതുകൊണ്ട് പല പണികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നാളത്തേക്കുള്ള പണിയും ഇന്നത്തേക്കുള്ള പണിയെല്ലാം ആയിട്ട്, ഇന്ന് നോമ്പ് തുറക്കാനുള്ള പണിയെല്ലാം ആയിട്ട് മിക്സ് ആയിട്ടാണ് ചെയ്യുന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ബീട്രൂട്ട് കട്ട് ചെയ്യുന്നതാണ് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ബിരിയാണിൻ്റെ കൂടെ കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം എടുക്കുമ്പോൾ എൻ്റെയും കൂടി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം, സമൂസ ഉണ്ടാക്കണം, ബീഫ് കറി ഉണ്ടാക്കണം. ഇത്ര ഐറ്റംസ് ഇട്ടാണ് ഞാൻ പിന്നെ അന്നത്തെ ദിവസം ഉണ്ടാക്കിയത്. പിന്നെ ഡോണറ്റും പുഡിങ്ങും അന്ന് തലേന്ന് അത്ര ഐറ്റംസാണ് ഉണ്ടാക്കിയത്. ബാക്കി പിന്നെ ബിരിയാണി പെരുന്നാളിൻ്റെ അന്ന് വെക്കേണ്ട ബിരിയാണീൻ്റെ ഐറ്റംസും പിന്നെ ഉള്ളി കട്ട് ചെയ്യൽ അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്ത് തീർത്തിട്ട് രാവിലെയാണ് അത് ഉണ്ടാക്കി വെച്ചത്. ഇനിയിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കലാണ്. ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം ചോപ്പറിൽ കട്ട് ചെയ്തു. ചോപ്പർ ഉണ്ടായതുകൊണ്ട് നല്ല ഉപകാരമുണ്ട് കേട്ടോ. ഉള്ളി കട്ട് ചെയ്തതല്ലേ മെയിനായിട്ടുള്ളൊരു പരിപാടി, അത് പെട്ടെന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് കറി എന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം പിന്നെ ബീഫിലേക്ക് തന്നെ ഒന്ന് ഇട്ടിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് കുറച്ച് ജീരക പൗഡർ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ബീഫ് കറിയില്ലേ, ആ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ കുക്കറിലാടാക്കിയിട്ട് വെച്ചു. എല്ലാ പണിയും പെട്ടെന്ന് തീർത്താൽ നമുക്ക്
എല്ലാം ഒരുങ്ങിയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചട്ടിപ്പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നുള്ളത്. ചട്ടിപ്പത്തിരിക്ക് ഞാൻ സമൂസ ഷീറ്റില്ലേ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്, ഫ്രോസൺ ചെയ്തിട്ട് അതെടുത്തിട്ട് അത് ഒന്ന് വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സമൂസ ഉണ്ടാക്കുന്ന മസാല തന്നെ ഇട്ടാൽ 2 തരം അപ്പാവല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഒരു മസാലയിൽ തന്നെ 2 തരം അപ്പാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ ചട്ടിപ്പത്തിരിയും പിന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് സമൂസ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ സമൂസക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മസാലയില്ല, അതന്നെ കേട്ടോ. ഒരു മസാലയിൽ തന്നെ 2 ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. മസാല ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഉള്ളി പിന്നെ കായ്ച്ചിട്ട് അതിലേക്ക് പൊടികൾ കുറച്ചിട്ട് കൊടുത്ത്, പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ എടുത്ത്, ഗരം മസാലയും കുരുമുളക് പൗഡറും പിന്നെ നമ്മളെ കറിവേപ്പിലയും മല്ലിച്ചപ്പും, ഇത്ര ഐറ്റംസ് കേട്ടോ മസാലയൊക്കെ എടുത്തത്. എന്നിട്ടിതാ ഈ സമൂസൻ്റെ ഇതുപോലത്തെ അച്ചിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് ആ ഒരു ഷേപ്പ് വരുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് പരത്തിയിട്ട് അച്ചിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു.
അപ്പോൾ സമൂസ എല്ലാം പരത്തിയെടുത്ത് ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചു, എണ്ണ ചൂടാക്കി ഇനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇതെല്ലാം പൊരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഡോണറ്റിൻ്റെ ഡോവും നല്ല റൈസായി വന്നിട്ടുണ്ട്. ഇനി ഡോണറ്റും കൂടി ഉണ്ടാക്കിയാൽ പണികളെല്ലാം ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഡോണറ്റ് ഉണ്ടാക്കുക. ഇതാ ഡോണറ്റിൻ്റെ മാവ് നല്ല റൈസായി വന്നിട്ടുണ്ട്, നല്ല ഓണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കുഴച്ചതിനേക്കാളും ഡബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ പരത്തിയിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ ചോക്ലേറ്റോ എന്താണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കൽ. ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ സമൂസ ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ ഉണ്ടാക്കണ്ട, ഡോണറ്റിന് വേറെ തന്നെ എണ്ണ എടുക്കണം. കാരണം സമൂസ ഉണ്ടാക്കിയ ആ ഫ്ലേവർ എന്തായാലും എണ്ണയിൽ ഉണ്ടാവും. അപ്പോൾ ഡോണറ്റിന് ഒരു ടേസ്റ്റ് മാറ്റം വരും. അപ്പോൾ സെപ്പറേറ്റ് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മളിങ്ങനെ പണികളെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ എണ്ണ ഇങ്ങനെ യൂസ് ചെയ്യലുണ്ടല്ലോ. പക്ഷേ നമ്മൾ മസാല പോലത്തെ ഐറ്റംസ് എല്ലാം പൊരിച്ചാൽ എണ്ണയ്ക്ക് ആ ഫ്ലേവർ വരും. അപ്പോൾ ഡോണറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് വേറെ എണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഡോണറ്റ് ഉണ്ടാക്കാനും ഇങ്ങനത്തെ പിന്നെ ചപ്പാത്തി പരത്താനെല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അരിക്ക്. അപ്പോൾ അരി ഇങ്ങനെ എൻ്റെ വന്നിട്ട് ഞാനാക്കി തരാമെന്നുള്ള മറ്റിങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ സമ്മതിച്ച് ഒരു ചെറിയ ചെറിയ അതിലുള്ള ഫോൾട്ടെല്ലാം നേരാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഡോണറ്റ്. കാരണം അവന് ഭയങ്കര കരച്ചിൽ, ഞാനാക്കിയത് ഉമ്മ ചുടുന്നില്ല, എൻ്റെ വീഡിയോ ഉമ്മ കാണിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതും കൂടി എടുത്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ റൗണ്ടിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റോ ഒരു 20 മിനിറ്റോ ഒന്ന് അതിനെയും പൊത്തി വെക്കണം കേട്ടോ. അപ്പോൾ അതിലത്തൊന്നും ഡോണറ്റ് ഒന്ന് റൈസായിട്ട് വരും. അതിന് ശേഷം കേട്ടോ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമില്ല ഡിപ്പൊക്കെ വെച്ചിട്ട് ഇതിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽട്ടാക്കിയിട്ട് അത് ഒന്നിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു ഗോൾഡൻ കളറ് ഡെക്കറേഷൻ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ാണ്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റായിരുന്നു. അപ്പം പിന്നെ ഇതൊക്കെ ആട്ടോ നമ്മളെ പെരുന്നാൾ രാത്രിയിലെ വിശേഷങ്ങൾ ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അടിപൊളി ഈദ് മുബാറക്ക് നേരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.